ഹായ് എല്ലാവർക്കും സ്വാഗതം. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി മലയാളം ചാനലിലേക്ക് ഞാൻ സത്യനാരായണൻ, സ്വദേശം കാസർഗോഡാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ആക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വീഡിയോ ആയിരുന്നു. ഒരുപാട് ആൾക്കാർ കണ്ടു. അത് ഇൻസ്റ്റയിൽ തന്നെ ഏകദേശം ഐ തിങ്ക് 1 മില്യൺ അടിക്കാൻ പോവാണ്, 10 ലക്ഷം അടിക്കാൻ പോവാണ്. ആൻഡ് യൂട്യൂബിൽ 1 ലക്ഷം വ്യൂസ് കഴിഞ്ഞു ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു, ഒരുപാട് ഫോട്ടോസ് വന്നു, കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഫെയിൽഡായ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരുപാട് ലിസ്റ്റുകളുണ്ട്. അത് കേരളത്തിലെ ഡിഫറെൻറ്റ് ക്ലിനിക്കുകൾ, ഒരുപാട് ഡോക്ടേഴ്സ്. ആൻഡ് കേരളത്തിൽ മാത്രമല്ല, കേരള പുറത്ത് ദുബായിൽ നിന്നും ടർക്കിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അങ്ങനെ പല ക്ലിനിക്കിലും ഫെയിൽഡായ കേസുകളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മൾ പറയാം. അതായത് ഈ വീഡിയോ ഞാൻ ഒരു ഡോക്ടറുടെ പേരോ ഒരു ക്ലിനിക്കിൻ്റെ പേരോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരാളെ ഡിഫെയിം ചെയ്യാനോ ഒരു ക്ലിനിക്കിനെ മോശപ്പെട്ട് പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ. അതുകൊണ്ട് ആരും ഇനി കമൻറ്റ് ഇടരുത്, നിങ്ങൾ ക്ലിനിക്കിൻ്റെ പേരെന്താ പറയാത്തത് അല്ലെങ്കിൽ വരെ പറയും, ഒരിക്കലും കമൻറ്റ് അത് ഇടരുത്. കാരണം ഒരാളെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയല്ല ഈ വീഡിയോ. ഇതൊരു അവെയർനെസ് വീഡിയോ ആണ്. ഓക്കെ, അതൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ്. കാരണം നമ്മളടുത്ത് കാശ് കൂടുതലുണ്ട്, പോയിട്ട് കൊടുക്കുക, എൻ്റെ മുടി വെക്കണം, അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്തിനാണ്, എനിക്ക് കഷണ്ടി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം എൻ്റെ തല എങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ തല ഇതാ. 2019 ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ 10 വർഷം വിഗ് ഉപയോഗിച്ച ഒരാളാണ്. ഞാൻ വിഗ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, എനിക്ക് തലയിൽ മുടി എന്നൊരു സംഭവം വേണം. കാരണം ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരാളെ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു കോൺഫിഡൻസിന് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഹെയർ ഇല്ലാത്ത സമയത്ത്. എല്ലാവരും എന്നെ പോലെ ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എനിക്ക് തലയിൽ മുടി വേണം, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഇന്ന് ഏകദേശം 5 വർഷം കംപ്ലീറ്റ് ആവും. ഫസ്റ്റ് സർജറി ചെയ്തു, ഏകദേശം 1 വർഷമാകുമ്പോൾ നല്ല റിസൾട്ട് വന്നു. ആൻഡ് രണ്ടാമത് സിറ്റിംഗ് ഞാൻ അതായത് ജൂലൈ 2020 ചെയ്തത്. അങ്ങനെ 2 സിറ്റിംഗ് കഴിഞ്ഞു. 2 സിറ്റിംഗ് ആകുമ്പോൾ എൻ്റെ ഹെയർ ഇങ്ങനെയുണ്ട്. ഡോണർ ഏരിയ വളരെ വീക്കായിരുന്നു. വീക്കെന്ന് വെച്ചാൽ എൻ്റെ നല്ല ക്വാളിറ്റി ഗ്രാഫ്റ്റായിരുന്നു, പക്ഷേ ഡോണർ എടുക്കാൻ കുറവായിരുന്നു. താടിയിൽ നിന്നും ചെസ്റ്റിൽ നിന്നും തലയിൽ നിന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആദ്യം 2 പ്രാവശ്യം സർജറി ചെയ്ത ഒരാളാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, 2 പ്രാവശ്യം സർജറി ചെയ്തു. ചിന്തിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു സിനിമാ നടനാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ഒരു സിനിമാ നടനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു ക്ലിനിക്ക് ഒരു സർജറി ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് റിസൾട്ട് കൊടുക്കേണ്ട ബാധ്യത ആ ക്ലിനിക്കിനുണ്ട്, ആ ഡോക്ടേഴ്സിനുണ്ട്. പക്ഷേ കാശിന് വേണ്ടി അല്ലെങ്കിൽ ഒരിക്കലും സർജറി ചെയ്യരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഭാവി പോകും. ശരിയല്ലേ? കാരണം വിഷ്ണു ഉണ്ണികൃഷ്ണനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ആക്കി കൊടുത്തു. അത്രയും, കാരണം അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ ഹെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഹെയർ ഇല്ലാതെ ഒരു നടന് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതും ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിന് വിഗ്ഗല വെച്ചിട്ട് അഭിനയിക്കേണ്ടത്, അദ്ദേഹം വിഗ്ഗല അഭിനയിക്കുന്ന ലെവലിലെത്തി. കാരണം അദ്ദേഹത്തിന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഫെയിൽഡ് ആയതുകൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു എന്നേ പറയാം. അതിനുശേഷം സർജറി ചെയ്തു. ഇപ്പോൾ അടിപൊളി റിസൾട്ടാണ്. ആൻഡ് 3rd സിറ്റിംഗ് ചെയ്തു. ആൻഡ് 4th സിറ്റിംഗ് അടക്കം ചെയ്തു. അതിനുള്ള ഡോണർ ഏരിയ ദൈവവശം അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട്സ് കാണിക്കാം. ഒക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വന്ന റിസൾട്ട്സ് കേട്ടോ. അതായത് ഫുള്ളായിട്ടുള്ള റിസൾട്ട്സ്, 1 ഇയർ കഴിഞ്ഞിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും ഒക്കെ എല്ലാം വന്ന റിസൾട്ട്സാണ്. ഇത് ഫോട്ടോസ് കണ്ടോളൂ. ഇത് 2 പ്രാവശ്യം സർജറി ചെയ്ത റിസൾട്ട്സാണ്. അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ നോക്കും എങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെന്ന്. ആൻഡ് എന്നതൊരു ഒരു വെരി എക്സൈറ്റിംഗ് വേറെ റിസൾട്ട് കാണിക്കുക. ഇതാണ്, നോക്കി, ഒന്ന് സൂം ചെയ്ത് നോക്കൂ. ഞാൻ സൂം ചെയ്യാം. കാരണം അവിടെ സ്ലിറ്റ് ചെയ്ത ഹോൾ അടക്കം കാണുന്നുണ്ട്, വൈറ്റ് മാർക്കായിട്ട്. ഒരെണ്ണം വളർന്നില്ല, ഒരു ഗ്രാഫ്റ്റ് വളർന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്ത് പറയാനാണ്. സി അനദർ റിസൾട്ട്. ഇത് ഒമാൻ ഒരു ക്ലിനിക്കിൽ സർജറി ചെയ്ത റിസൾട്ട്സാണ്. ഓക്കെ, ആൻഡ് ഈ റിസൾട്ട് കണ്ടോളൂ. ഈ പയ്യൻ കല്യാണം കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് കല്യാണം കഴിയാൻ വേണ്ടി ഹെയർ വേണം. കാരണം ഒരു പെൺകുട്ടി സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ്. ഡോണർ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും കുറച്ച് മുടി എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. കരയാണ്. അത്രയും വിഷമത്തോടെയാണ് സംസാരിക്കുന്നത് ഓരോ ആൾക്കാരും. അപ്പോൾ ഞാൻ ഇതൊരു ജസ്റ്റ് സാമ്പിൾ മാത്രം നിങ്ങൾ കാണിച്ചത്. ഇതിൻ്റെ അടുത്തത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. എൻ്റെ അടുത്ത് ഒരു ആയിരക്കണക്കിന് വീഡിയോസും ഫോട്ടോസും ഉണ്ട് ഫെയിൽഡ് ആയത്. അത് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാൻ തുടങ്ങി അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അയച്ചു വരുന്നതാണ്. കാരണം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഫെയിൽഡ് ആവുന്നു, അത് മെയിൻ റീസണാണ്. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഫെയിൽഡ് ആവുന്നത്, മെയിൻ റീസൺ എന്നുള്ളത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് സർജറി ചെയ്യുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെ വരുന്നത് അത് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൽ പ്ലാസ്റ്റിക് സർജൻ മുതൽ ടെക്നീഷ്യൻസ് വരെ സർജറി ചെയ്ത റിസൾട്ട്സ് ഉണ്ട് കേട്ടോ. ഡെർമറ്റോളജിസ്റ്റ് ആയിക്കോട്ടെ, പല ഡിഗ്രിയിലെ ഡോക്ടർമാരും പല ടെക്നീഷ്യൻസ്മാരും എല്ലാവരും സർജറി ചെയ്ത റിസൾട്ട്സാണ് ഞാൻ നേരത്തെ കാണിച്ച കുറച്ച് റിസൾട്ട്സ്. ഓക്കെ, അപ്പം ആരും നിങ്ങൾക്ക് ഫെയിൽഡ് റിസൾട്ട് കൊടുക്കാം.
കാരണം ഒരു ഡോക്ടർ എന്നുള്ളത് എക്സാമ്പിൾ ബുക്കിൽ പഠിക്കാൻ പറ്റില്ല ഹെയർ ട്രാൻസ്പ്ലാന്റ്. ബുക്കിൽ ഇത് തിയറി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോൾ നീന്തണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നീന്തണം. നമ്മൾ കരയിൽ എന്നിട്ട് എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് ബുക്കിൽ പഠിച്ച് നിങ്ങൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും. ഇതേപോലെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ഡോക്ടർമാർക്ക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ്ലി വന്ന് പേഷ്യൻ്റ് സർജറി ചെയ്യും. അതായത് ആദ്യത്തെ സർജറി തന്നെ മൊത്തം പേഷ്യൻ്റെ തലയിൽ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോക്ടറോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയി ട്രെയിനിങ് എടുക്കുക. എങ്ങനെ ട്രെയിനിങ് എടുക്കുക? ഒരു ഡോക്ടറെ കൂടെ പഠിക്കുക. കുറച്ച് ഗ്രാഫ്റ്റ്, ഒരു 10-20 ഗ്രാഫ്റ്റുകൾ അവരെടുക്കും. അത് ആ രീതിയിൽ കുറേ വർഷങ്ങൾ ട്രെയിനിങ് എടുത്താൽ മാത്രമേ ഒരു ഡോക്ടർ പെർഫെക്റ്റ് ഡോക്ടർ ആവുള്ളൂ. അല്ലാതെ ഡയറക്റ്റ്ലി വന്നിട്ട് ഒരാളുടെ തലയിൽ പണിയെടുക്കരുത്. കാരണം ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് തല ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കാശ് കിട്ടും, നിങ്ങൾക്ക് പണി പഠിക്കണം. പക്ഷേ പണി പഠിക്കേണ്ടത് അങ്ങനെയല്ല. പണി പഠിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചെറിയ ഗ്രാഫ്റ്റുകൾ, കുറച്ച് ഗ്രാഫ്റ്റുകൾ ഡെമോ എന്ന രീതിയിൽ എടുത്ത ശേഷം അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഡയറക്റ്റ്ലി വന്നിട്ട് ഒരാളുടെ തലയിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് പല ക്ലിനിക്കുകളും പല ആൾക്കാരും പറ്റിച്ചിട്ടുണ്ട്. ഇന്ന് ഈയിടെ ഞാൻ ആ ക്ലിനിക്കിൻ്റെ പേര് പറയുന്നില്ല. കാരണം ഒരു ക്ലിനിക്കിൽ ഒരു വ്യക്തി സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. 2018-19 സമയത്താണ് ചെയ്തു. അട്ടർ ഫെയിലാണ് റിസൾട്ട്. ആൻഡ് ആ വ്യക്തി ആ ക്ലിനിക്കിനെ കോൺടാക്ട് ചെയ്തു. ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു, എനിക്ക് സർജറി ഫെയിൽഡാണ്, എനിക്ക് ചെയ്ത ഡോക്ടറെ കാണും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താ പ്രോബ്ലം? അപ്പോൾ അവർ പറഞ്ഞു ആ ഡോക്ടർ ഇവിടുന്ന് വിട്ടും. ഓക്കെ, അയാൾ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ഞങ്ങൾ ചേഞ്ച് ചെയ്തു, പുതിയ മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് അറിയില്ലല്ലോ, ഇദ്ദേഹത്തിന് ആകെ ടെൻഷൻ, എന്ത് ചെയ്യാൻ പറ്റും? നോക്കുമ്പോൾ എന്താണ്, ആ ക്ലിനിക്കിൻ്റെ ഓണർ തന്നെയാണ് സർജറി ചെയ്തിരിക്കുന്നത്. ഹീ സ്റ്റിൽ ഓണറാണ്. ആ വ്യക്തി ഇപ്പോൾ ദുബായിൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ആ ക്ലിനിക്കിൻ്റെ ഓണർ. അപ്പോൾ ഇവരെന്താ പേഷ്യൻറ്റിനോട് പറഞ്ഞത്? അയാളെ ഞങ്ങൾ പുറത്താക്കിയെന്നാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഇതറിയില്ലല്ലോ, എനിക്കിതറിയാം. അപ്പോൾ ഇങ്ങനത്തെ പല കേസുകളും ഉണ്ട്. എൻ്റെ അടുത്ത് ഫോണിലും ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ക്ലിനിക്കിൻ്റെ പേരിട്ടിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത്രത്തോളം ലിസ്റ്റ് ഐ ഹാവ്. ഓക്കെ, ഈ ഫെയിൽഡ് കേസസ്. ചില കേസുകളൊക്കെ കറക്ഷൻ ചെയ്തു. ഐ തിങ്ക് മോർ ദാൻ ഒരു 500ഓളം കേസുകൾ കറക്ഷൻ ചെയ്ത് ഞാൻ തന്നെ കൊടുത്തിട്ട് എനിക്കറിയാം. പല പേഷ്യൻസിനും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ മെഡിസിൻസ് കൊണ്ട് റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അവർക്ക് എങ്ങനെ ചെയ്യണം എനിക്കറിയുന്ന സജഷൻ ഞാൻ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും ജീവിതം തിരിച്ചിട്ടെന്ന് പറയാം. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ച ഒരു കേസ് ഉണ്ടല്ലോ, അദ്ദേഹം അതായത് 2 വർഷം സർജറി, ഡോണർ വീക്ക്, അദ്ദേഹത്തിൻ്റെ അടക്കം സർജറി ചെയ്തിട്ടുണ്ട്. കാണിച്ചില്ലേ, സ്ലിറ്റിങ് ചെയ്തിട്ട് ആ ഹോളടക്കം കാണുന്നൊരു ഫോട്ടോ, അതടക്കം ഇപ്പോൾ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. റിസൾട്ട്സിന് വെയിറ്റിംഗ് ആണ്. പല നടന്മാർക്കും ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തുകൊണ്ട് ഫെയിൽഡ് ആവുമെന്ന് പറയാം. അതായത് ഒന്ന്, ഈ എക്സ്ട്രാക്ഷൻ, ഗ്രാഫ്റ്റ് എന്നുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതിൻ്റെ റൂട്ട് വരുന്ന സ്കിന്നിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അകത്തേക്ക് ഇവരൊരു മോട്ടറൈസ്ഡ് പഞ്ച് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അതിനെ ലൂസാക്കി വലിച്ചെടുക്കുന്നതാണ്. ഈ അതായത് പ്രസ് ചെയ്യുമ്പോൾ ഈ റൂട്ട് പല ഡയറക്ഷനിൽ പോയിട്ടുണ്ടാവും. ഹെയറിൻ്റെ റൂട്ട് ഒറ്റ ഡയറക്ഷനിലല്ല, പല ഡയറക്ഷനിൽ ഉണ്ടാവുക. അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് കട്ടാവും. അപ്പോൾ റൂട്ട് കട്ടായിട്ടാണ് ഗ്രാഫ്റ്റ് പുറത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ്റ്റ് വളരില്ല. അതേപോലെ തന്നെ വളർന്നാലും ഒരു സ്റ്റേജ് വരെ വളരും, കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ വളർച്ച കുറയുക, പല ഇത് സംഭവിച്ചേക്കുക. അതാണ് ഒരു റീസൺ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ടല്ലോ, ഹോൾ ഇറക്കി വെക്കുമ്പോഴും ഡാമേജ് ആവുക. ഗ്രാഫ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വെച്ചിട്ട് ഡാമേജ് ആവുക. അതേപോലെ തന്നെ ഈ പെന്ന് കൊണ്ട് ചെയ്യുമ്പോൾ ഈ പെന്നിൻ്റെ അകത്തേക്ക് ഗ്രാഫ്റ്റ് ലോഡ് ചെയ്യണം, ഫിസിക്കലി ലോഡ് ചെയ്യും. ആ ലോഡ് ചെയ്യുമ്പോഴും ഒരുപാട് ഡാമേജ് സംഭവിച്ചേക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ നീഡിലുകൊണ്ട് ചെയ്യുമ്പോൾ സംഭവിച്ചേക്കുക. അങ്ങനെ അതായത് എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം നമ്മൾ ഗ്രാഫ്റ്റ് എന്നുള്ളത് വളരെ വളരെ സോഫ്റ്റാണ്. അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ 100% ഇത് ഫെയിൽഡ് ആവുന്ന ഇന്നും ഫെയിൽഡ് ആവുക. അതുകൊണ്ട് നിങ്ങളൊരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് മസ്റ്റായിട്ട് നോക്കണം. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഈ ഫെയിൽഡ് കേസ് കേരളത്തിൽ അല്ലെങ്കിൽ പുറത്ത് കുറേ ആൾക്കാർ സംഭവിച്ചിട്ടുണ്ട്. പല ആൾക്കാരും പുറത്ത് പറയാൻ റെഡി ആവുന്നില്ല. പുറത്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു റീസണാണ്. ഇപ്പോൾ ഒരാൾ സർജറി ചെയ്തു ഫെയിൽഡായി, അദ്ദേഹം പറയുകയാണ് ഞാനിങ്ങനെ ചെയ്തിട്ട് ഫെയിൽഡ് ആയെന്ന് സുഹൃത്തുക്കളടുത്ത് പറഞ്ഞാൽ അവർ പറഞ്ഞു നിനക്ക് വേറൊന്നും പണിയില്ല, നീ എന്തിനാണ് ചെയ്യാൻ പോയത്? ഇതെല്ലാം വരില്ല ഇഷ്ടമാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇതൊരിക്കലും സക്സസ് ആവില്ല. അപ്പോൾ ഈ വ്യക്തി പുറത്ത് പറയാൻ റെഡി ആവില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും റിപ്ലൈ കിട്ടുന്ന, നിനക്ക് വേറെ പണിയൊന്നുമില്ല, മുടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ആൾക്ക് നല്ല മുടിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇതായിരിക്കാം നമ്മളെ സമൂഹത്തിൽ നിന്ന് കിട്ടുക. അതുകൊണ്ട് ഇത് പുറത്ത് പറയില്ല. അതേപോലെ തന്നെ പല ആൾക്കാർ പല ജോബിലുണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ 2000-2020 സർജറി ചെയ്ത കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ആൾക്കാരും ഗൾഫിലും UK-ലും US-ലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതിൻ്റെ ബാക്കിൽ നടക്കാൻ സമയമില്ല. അതുകൊണ്ട് അവർ സർജറി ചെയ്തു, അവർ വിചാരിച്ച് സർജറി ചെയ്ത റിസൾട്ട് ഇങ്ങനെ തന്നെ വരുള്ളൂ. പല ക്ലിനിക്കുകളും അവരെ പഠിപ്പിച്ചിട്ടാണ് സർജറി ചെയ്ത് ഇത്ര റിസൾട്ട് വരുള്ളൂ, ഇതിനേക്കാളപ്പം റിസൾട്ട് വരില്ല എന്നാണ്. ഞാൻ വീഡിയോസ് ചെയ്ത ശേഷമാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇങ്ങനെ റിസൾട്ട് വരാമെന്ന് പല ആൾക്കാർക്കും മനസ്സിലായത്.
ഓക്കെ. കാരണം അതുകൊണ്ട് പല ക്ലിനിക്കുകൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുക. ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കുരു പൊട്ടും, എനിക്കറിയാം. പല എന്താ പറയുക മെസ്സേജസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പല കമൻസും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യും, പറയേണ്ട കാര്യം പറയും. കാരണം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ വിത്ത് പ്രൂഫ്, എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിനും എൻ്റെ അടുത്ത് പ്രൂഫ് ഉണ്ടാവും. ഞാൻ വെറുതെ ഒരു കാര്യം ഇങ്ങനെ ഒരു എയറിൽ വിട്ട് പറയാറില്ല, വിത്ത് പ്രൂഫേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ നല്ലൊരു ക്ലിനിക്ക് നോക്കുക, റിസൾട്ട് മസ്റ്റ് ആൻഡ് ഷുഡ് നോക്കുക, പോയിട്ട് സർജറി ചെയ്യുക. അല്ലാതെ ഒരിക്കലും സർജറി ചെയ്യരുത്. പിന്നെ കാശ് കുറവ് മാത്രം നോക്കിയിട്ട് പോയി ചേർത്ത് 10 രൂപ 5 രൂപ എന്ന് പറയും. 10 രൂപയ്ക്ക് ചെയ്ത റിസൾട്ടാണ് ഈ പയ്യൻ 10 രൂപയ്ക്ക് ചെയ്യും. എന്താ ഇതിൻ്റെ ഗുട്ടൻസ് എന്താണ്? കാരണം 10 രൂപയ്ക്കെല്ലാം ചെയ്യുമ്പോൾ അത്രയും ക്വാളിറ്റി ആയിരിക്കില്ല ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം അത്ര എക്സ്പീരിയൻസിലെ ഡോക്ടേഴ്സ് ഒന്നും ചെയ്യില്ല, ഉറപ്പാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു ടീമിന് ഇവനെ ഏൽപ്പിക്കും. അപ്പോൾ അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവുക, നിങ്ങൾ ഇത്ര ഗ്രാഫ്റ്റ് എടുക്കണം. കാരണം എത്ര ചെറിയ കഷണ്ടിയാണെങ്കിലും അവർക്ക് ടാർഗറ്റ് ഇത്ര ഗ്രാഫ്റ്റ് എടുക്കണം. ഈ പയ്യൻ്റെ അടുത്ത് ഇതിന് 6000 ഗ്രാഫ്റ്റൊക്കെ എടുത്ത് 5000 തലേന്ന് തന്നെ ഒറ്റ അടിക്കെടുത്തു. പിന്നെ താടിയിൽ നിന്ന് മൊത്തത്തിൽ ഓക്കെ എത്ര എടുത്തോട്ടെ, ആ എടുത്ത സാധനം എവിടെയുണ്ട്? വളർന്നില്ല. ഇപ്പോൾ ഡോണറില്ല. ഈ പയ്യൻ ആകെ 26-27 വയസ്സേ ഉള്ളൂ. ഇവന് ലൈഫ് ലോങ് തന്നെ കഷണ്ടിയാണ്. നമ്മൾക്ക് ഒരു കഷണ്ടി ആയ ഒരാൾക്ക് ഡോണർ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എക്സ്പെക്ട് ചെയ്യാം, ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് വരും. പക്ഷേ ഇദ്ദേഹത്തിന് അതുമില്ല, ആ ഹോപ്പും പോയി. മെഡിസിൻ കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്, വന്നു എത്ര നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളൊരു ക്ലിനിക്ക് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും റിസൾട്ട് നോക്കണോ എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ പോയി ഇങ്ങനെ ചാടി കൊടുക്കരുത്. പെട്ട് കഴിഞ്ഞാൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പോയി ഒരു ക്ലിനിക്കിൽ സർജറി ചെയ്ത് പിന്നീട് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. എന്നെ പല ആൾക്കാരും വിളിക്കാറുണ്ട്, ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞു, ഇതാണ് അവസ്ഥ. ചെയ്ത് കഴിഞ്ഞിട്ട് ചിന്തിച്ചെന്ത് കാര്യം? ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ 10 പ്രാവശ്യം ചിന്തിക്കും, അതിനുശേഷം സർജറി ചെയ്യും. ഓക്കെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ പഴയ വീഡിയോസ് ഒരുപാട് കാണുക. നല്ല റിസൾട്ട്സും മോശം റിസൾട്ട്സും പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഓക്കെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.